കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ ഈ വർഷത്തെ വാർഷിക ദിന ആഘോഷങ്ങൾ ലയം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. വാർഷിക ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു. മെച്ചപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വളരെ സന്തോഷമുള്ളതാണ്. അതാണ് ബന്ധം. അതേ സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ 4 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് കലാലയങ്ങൾ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മെച്ചപ്പെടുമ്പോൾ സന്തോഷമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഘട്ടത്തിൽ പറഞ്ഞ് നിങ്ങൾ അമ്പലങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തു, ഇനി വേണ്ടത് എന്താണ്? സ്കൂളുകളാണ്, പള്ളിക്കൂടങ്ങളാണ്, ഇല്ലേ? പള്ളിക്കൂടങ്ങളാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അതെല്ലാം മെച്ചപ്പെട്ട് പോകട്ടെ, സന്തോഷം. ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കുട്ടികളുടെ സർഗവാസനകൾ മാറ്റിവെക്കുന്ന ദിവസങ്ങളായിരുന്നു. സന്തോഷം. എന്തിനു വേണ്ടിയിട്ടാണ് കലോത്സവങ്ങൾ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ? ഒരു ചോദ്യമാണ്. ഞാൻ പെട്ടെന്നൊരു മറുപടിയാണ് പറയുന്നത്. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കലോത്സവങ്ങൾ. വളരെ സിമ്പിളായിട്ട് പറയാം, നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കലോത്സവങ്ങൾ. സത്യത്തിൽ ഈ SS സെൻട്രൽ സ്കൂളിൽ ഇരിക്കുന്ന ഈ ക്ലാസ് റൂമിൽ നാളെ ഒരു KJ യേശുദാസിനെ പോലെയുള്ള ഒരാൾ ഉണ്ടായിക്കൂടാ എന്ന് ആർക്കെങ്കിലും വിചാരിക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് എന്താണ് ഞാൻ ചോദിക്കുക. യേശുദാസിനെ പറ്റി അധികം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? ശബ്ദമാധുര്യം കൊണ്ട് ഇന്ത്യ എന്ന ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു മഹാനായിട്ടുള്ള ഗായകനാണ്. നമുക്ക് ഇല്ലെന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും പരാജയം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ യേശുദാസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുന്നത്? ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ജോഡി ഉടുപ്പും മുണ്ടും മാത്രമേ ഉള്ളൂ. രാത്രിയിൽ എനിക്ക് കിടക്കാൻ ഒരു ലോഡ്ജിലോ ഒരു വീടോ എടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് എന്റെ ഗുരുനാഥന്റെ കാർഷെഡിലാണ് ഞാൻ കിടക്കുന്നത്. ഇന്റർനാഷണൽ വയലിനിസ്റ്റ് ഫായിസ് മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. SS സെൻട്രൽ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ P പത്മകുമാർ ഭദ്രദീപ പ്രകാശനം നടത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പക്ഷെ കലാപകലുഷിതമായ സമര രണാങ്കണങ്ങളിലൊക്കെ ഒരു സൗമ്യമുഖം എപ്പോഴും ഞങ്ങൾ ദർശിച്ചിട്ടുണ്ട്. ആ സൗമ്യമുഖം മറ്റാരുടേതുമല്ല, അഡ്വക്കേറ്റ് അജികുമാറിൻ്റെതാണ്. കലാലയത്തിൽ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ ആ രഥയാത്ര സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് എത്തിയിരിക്കുകയാണ്. വിവിധ സംഘടനകളുടെ നേതാവെന്ന നിലയിലും കേരള യൂണിവേഴ്സിറ്റിയുടെ അമരക്കാരൻ എന്ന നിലയിൽ, സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിലും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകർ കൂടിയായ ഞങ്ങൾക്കൊക്കെ അഭിമാനം പകരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിൽ കുറേ നേരം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം എന്ത് പുണ്യമാണ് ഇവിടെ കിട്ടാനുള്ളത്? ഞങ്ങൾക്ക് അധ്യാപകരായ ഞങ്ങൾക്ക്. SNSS സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ P പത്മകുമാർ അധ്യക്ഷനായി. പ്രൊഫസർ TM സുകുമാരബാബു, B ശശിധരൻ, D ബിനു, CR റോബിൻ, കാർത്തിക് സന്തോഷ്, ഭാഗ്യശ്രീ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. SNSS ജോയിന്റ് സെക്രട്ടറി M രവീന്ദ്രൻ നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കായംകുളം.